അല്ല, സ്ത്രീകൾ സമൂഹത്തിന് ഒരു ഇമ്പാക്ട് എന്താണ് മാഡം എനിക്ക് പറയാനുള്ളത്? താങ്കളെ സ്ത്രീകൾ എങ്ങനെ ഓക്കെ കാര്യമല്ല മാഡം, അത് ആദ്യം മനസ്സിലാക്കണം. കേരളത്തിലെ വ്യവസ്ഥിതി, കേരളത്തിലെ സംസ്കാരം, കേരളത്തിന്റെ കൾച്ചർ ഇതെല്ലാം മറന്നിട്ട് അസുഖമാണെങ്കിലും അല്ലെങ്കിലും ഇതിനെ ന്യായീകരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു വിവാഹം കഴിച്ച് ഒരു പുരുഷ ഭാഗമായിട്ട് അടിമയായിട്ട് ശേഷിച്ച കാലം ജീവിക്കണം എന്നായിരുന്നു മാഡത്തിന്റെ ധാരണ. ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരിക്കലും ലെസ്ബിയൻ കൺസെപ്റ്റിനെ ഒരിക്കലും കേരള ജനത ഇന്ന് നേരിടുന്ന ഒരു പെണ്ണും പെണ്ണും കൂടിയുള്ള സൗഹൃദത്തിന് അതിർവരമ്പ് കടക്കുമ്പോൾ താങ്കൾ ഈ ചിത്രത്തിൽ ഉദ്ദേശിക്കുന്ന അതിർവരമ്പ് എന്താണ്? അതൊന്നും പറയാ, എനിക്ക് മനസ്സിലാവുന്നില്ല. പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിർവരമ്പ് എന്താണ്? ഇവിടെ ഒരു സംസ്കാരം, ഒരു സിസ്റ്റം ഇല്ലേ? ഇവിടെ ആണും പെണ്ണും വിവാഹം കഴിക്കുന്നു, ആണും പെണ്ണും ഒന്നിച്ച്. ഇത് പെണ്ണും പെണ്ണും കൂടെ വിവാഹം കഴിച്ച് കോടതി അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തില്, സമുദായത്തില്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടാകുന്ന മാതാപിതാക്കളുടെ ആ ഒരു മനോവിഷമം അല്ലെങ്കിൽ സമൂഹം നേരിടുന്ന വലിയൊരു വിപത്താണിത്. ആ വിപത്തിനെ അനുകൂലിക്കുന്നതിന് ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കുന്നില്ല. സിനിമ വിജയിക്കട്ടെ. സിനിമയിൽ മുടക്കിയിട്ടുള്ള പൈസ സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിച്ച താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാ വിജയാശംസയും പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ വിധത്തിലും ഇത് വിജയിക്കട്ടെ. പക്ഷേ ഈ കൺസെപ്റ്റ്, ലെസ്ബിയൻ കൺസെപ്റ്റിനെ നിങ്ങളാരും അതിനെ അനുകൂലിക്കരുത് പ്ലീസ്. പറയാനുണ്ടാവല്ലോ മാഡം. ഇത്രയും നല്ലൊരു മൂവി ഡയറക്റ്റ് ചെയ്യാനുള്ള ആ തന്റേടം എന്ന് പറഞ്ഞാൽ തന്റെ ഇടം ക്ലിയർ ആക്കുന്നതാണ് തന്റേടി. അതാ ഈ ഒരു ഡയറക്ടർ അത് തെളിയിച്ചു കഴിഞ്ഞു. സ്ത്രീകൾ ഇത്തരം മേഖലയിൽ ശക്തമായ അവരുടെ അഭിപ്രായങ്ങൾ വിഷ്വൽസിലൂടെ കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ഡയറക്ടർക്ക് കട്ട സപ്പോർട്ട്, ആസ് എ ലേഡി എന്ന നിലയിൽ ഞാൻ കട്ട സപ്പോർട്ട് ചെയ്യാണ്. ഇത്തരം ടീമുകൾ കടന്നു വരണം. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. കണ്ണു കാണാത്തവർ